നമ്മുടെ മൈലാഞ്ചിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊണ്ടൊക്കെ പോയി ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ആ തിരക്കിനിടയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതങ്ങനെയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ചുണ്ടിൻ്റെ താഴെയായിട്ട് എന്തോ സംഭവം വന്നിട്ടുണ്ട്. അതായത് അന്നല്ല, ക്രീമോ അങ്ങനെ എന്തോ സംഭവമാ തോന്നുന്നു. നമ്മൾ രാത്രി ആയതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ വീഡിയോ മുഖത്ത് നോക്കുമ്പോൾ മേക്കപ്പ് കൂടിയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ആയതുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി അറിയാലോ, അങ്ങനെ ആയിരിക്കും. പിന്നെ ഞാൻ റെയിനും അച്ഛനും ഒരേ കോസ്റ്റ്യൂമായിരുന്നു. നമ്മൾ തുണി എടുത്ത് തയ്പ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ അവിടെ നിന്ന് കയറി പോകുമ്പോൾ തന്നെ അവർ മൂന്നാണ് ഫോട്ടോയ്ക്ക് വേണ്ടി പോയി. സ്റ്റേജ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അഫ്രൂം കൂടിയിട്ട് കുറച്ച് നേരം നമ്മൾ ഫിച്ചൊക്കെ എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്ക് അതൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ എന്നാലും എല്ലാവരും കൂടിയിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ നമ്മൾ അടിച്ച് തിമ്മത്ത് പൊളിച്ചു. സോ അതിൻ്റെ ലോങ് വീഡിയോ വരുന്നതായിരിക്കും. ആദ്യം മൈലാഞ്ചിൻ്റെ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതും നമ്മുടെ നീല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നീലും കൂടിയിട്ട് കുറച്ചിട്ട് അവിടെ നിന്ന് ഹായൊക്കെ പറയുമായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നെയിൽ മറ്റേ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്റ്റൻഷൻ അല്ല, നമ്മൾ കടയിൽ നിന്ന് അത് ഓൺലൈനായി വേണ്ടി വാങ്ങില്ല. അപ്പോൾ അതായിരുന്നു എനിക്ക് സീരിയസ്ലി നല്ല ഇഷ്ടപ്പെട്ടു ആ നെയിൽ. അതിൻ്റെ തന്നെ ഗമ്മായതുകൊണ്ട് അത് ഒരിക്കലും പേർന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തലകുത്തി നിന്നിട്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പെറുത്തി എടുത്തു. സത്യം പറയാൻ ഡെക്കറേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിള്ളേർ സെറ്റ്, അതായത് ഞാൻ റിച്ചും ഷിഫാനൊക്കെ കുടിച്ച് കുറച്ച് നേരം അധികം നേരം നമ്മൾ ഇർഫാനൊക്കെ പോകുമ്പോൾ കരയോ അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു. കുറേ ആൾക്കാർ ഫോണൊക്കെ നോക്കിയിട്ട് അവിടെ സെറ്റായിട്ടിരിക്കുക. ഞങ്ങൾ ഫോണൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്യുമെങ്കിലും പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പൊതുവേ നടക്കാറില്ല. പക്ഷെ മാക്സിമം ഞങ്ങൾ നടത്തിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. സത്യം പറയുകയാണെങ്കിൽ നല്ല അടിച്ച് പൊളിച്ചൊരു കല്യാണമായിരുന്നു. ഞങ്ങളുടെ അത്രയ്ക്കും സൂപ്പറായിരുന്നു. റിസപ്ഷനായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. എല്ലാവരും ചെക്കനെ വിട്ടാലും പെണിഞ്ച് വിട്ടാലും എല്ലാവരും കൂടി ഡാൻസും കാര്യങ്ങളൊക്കെയായിട്ട് അടിച്ച് തിമിർത്ത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ റിച്ചുവൊക്കെ കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ രണ്ടാളും കുടിച്ച് അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു. പിന്നെ അവൻ്റെ ഫോണിൽ എൻ്റെ വീഡിയോ എടുക്കുന്നത്, ഞാൻ എൻ്റെ ഫോണിൽ അവൻ്റെ വീഡിയോ ഇതാ മറ്റേ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ എന്നതിനിപ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. സോ ആ ഒരു പരിപാടി ഞാനത് അവനും കൂടി ചെയ്യുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കായിരുന്നു. അതിനിടയിൽ അത് രണ്ടും കൂടി ഇരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്താൽ ഞാനത് ഇച്ചും കൂടി കുറച്ച് നേരം അവൻ അങ്ങനെ കുറേ നേരം കളിക്കും. അത് പൊതുവേ അങ്ങനെയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ പറയും, ഞാൻ അവനെ തിരിച്ച് പറയും, അവൻ എന്നെ ഊക്കും. അതൊക്കെയാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതല്ലെങ്കിൽ അങ്ങനെയാണ് ഗൈസ്. ഇവരിൻ്റെയൊക്കെ ഇരയാണ് ഞാൻ. എന്നെ വെറുതെ അങ്ങോട്ട് കടന്ന് ഊക്കലാണ് ഇവരിൻ്റെയൊക്കെ പ്ലാൻ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് തെറ്റിപ്പോവാറും പതിവാണ്. അപ്പം അവൻ്റെ അടുത്ത് കുറേ നേരം ക്വസ്റ്റ്യൻ ചോദിച്ചടാ. ഞാനിങ്ങനെ വൈദ്യുതരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഷിഫാൻ അവിടെ കാര്യമായിട്ടിരുന്ന് ഫോൺ നോക്കുന്നുണ്ട്. എന്താ സമയം ഞാൻ അവൻ്റെ അടുത്ത് അങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ അവൻ ശരി ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു. പിന്നെ അവൻ വീണ്ടും ഫോൺ നോക്കി. അതിനിടയിൽ ഞാൻ അവൻ്റെ അടുത്ത് എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അതിന് അല്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിന് പ്രൂവ് ചെയ്യാണ്. അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ അടുത്താണ് കാര്യമായിട്ട് പറയുന്നത്. ബട്ട് ഞാൻ അതിൻ്റെ വോയിസ് അവിടെ കൊടുക്കുന്നില്ല, അതാണ് നല്ലത് എനിക്ക്. പിന്നെ അഫ്രു അവിടെ നോക്കിയപ്പോൾ അവളെ വെച്ച് കരയോ, ഇല്ല ഞാൻ കരയില്ല എന്നൊക്കെയാണ് അവൾ പറയണത്. അപ്പോൾ അഫ്രുവും കരയില്ല എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും സത്യം പറയുകയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ കരഞ്ഞില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെല്ലാവരെയും വിളിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഞാൻ അതിനിടയിൽ കൂടെ അവരെന്തൊക്കെയോ പറയുമ്പോൾ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് പിന്നെ വീഡിയോ കാണുന്നത്. പിന്നെ അതിനിടയിൽ ഉണ്ടടാ നിഹാര അതിനൂടെ തല്ലി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ശരിക്കാണ് നല്ല ഗൈസ്. ഇവരൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി കളിച്ചതാണ്. ഇവനെയും തല്ലി അവനെയും തല്ലി. ലാസ്റ്റ് അജ്ജു വന്നിട്ട് ഇത് എന്തൊക്കെയോ എൻ്റെ അടുത്ത് വന്ന കാര്യമായിട്ട് പറയുമ്പോൾ ഞാൻ അതൊക്കെ അടുത്ത് അങ്ങോട്ട് വീഡിയോയിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പാവം അവനതൊക്കെ അറിയോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അഫ്രൂടെ കാര്യമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ നമ്മളവിടെ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകാം. ഇനിയിപ്പോൾ നമ്മൾ സത്യം പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി തന്നെ രാത്രി 1 മണിക്കായിരുന്നു. 1 മണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 12 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ വണ്ടത്ത് നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ കല്യാണം ആയതുകൊണ്ട് അറിയാമല്ലോ നല്ല പോലെ ലേറ്റാവും. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിനിടയിലും അത്തങ്ങോട്ടോ പോയി. പിന്നെ ഞാൻ കാറിൽ ഞാനും അച്ചും റെയിനും ഒക്കെ കൂടി കുറേ നേരം പോസ്റ്റ് അടുപ്പിച്ചു കഴിച്ചാത്താം. പിന്നെ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് മെല്ലത്ത വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ഓൾറെഡി നമ്മൾ നല്ല ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയാലോ. പിന്നെ നമ്മുടെ കല്യാണം ആയതുകൊണ്ട് പിന്നെ ലേറ്റ് ആയിരുന്നു. പിന്നെ നേരെ വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നെയിൽ കാണിച്ചു തരാണ്ടോ. എനിക്ക് പേഴ്സണലി ആ നെയിൽ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിൽ നല്ല രസമില്ല. എനിക്ക് ആ ക്ലിപ്പൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിടാ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ഈ ലുക്ക് ഇഷ്ടമായി. പിന്നെ വീടത്തിൽ കൂടുതലിൻ്റെ മുന്നിൽ നിന്നപ്പോഴാണ് ഇത്തിരി ആശ്വാസം ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തോടെ എൻ്റെ കല്യാണ വീഡിയോയും എല്ലാ റിസപ്ഷൻ വീഡിയോയും. അപ്പോൾ ഇത്ര ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യും.